ഹലോ ഗായ്സ്, ഇന്നാണ് കേട്ടോ നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുള്ള ദിവസം. അവളുടെ ഗിവ് അവേൻ്റെ റിസൾട്ട്സ് അനൗൺസ് ചെയ്യുന്ന ദിവസം. അപ്പോൾ അതെ ഗായ്സ്, ഇതിപ്പോൾ ഇവിടെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാനിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ ക്രാഫ്റ്റ്സ് ആണ്. അപ്പോൾ ഇതിൽ നല്ല റിസ്ക് എടുത്ത് ചെയ്ത കുറേ ആൾക്കാരുണ്ട് കേട്ടോ. എന്നോടുള്ള സ്നേഹം കൊണ്ട് ചെയ്തൊരു അവസാനം കാണിക്കുന്ന രണ്ടെണ്ണമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. എന്നോടുള്ള ആ ഒരു ഇഷ്ടമൊക്കെ കാണിച്ചിട്ടാണ് അവർ രണ്ടുപേരെ ക്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ഫെബ എന്ന് പറയും, അതുപോലെ ഒന്ന് നാജിയ, ഫാത്തിമ നാജിയ എന്ന് പറഞ്ഞ ആൾ. അപ്പോൾ ഇവർ രണ്ടാളും ചെയ്തിട്ടുള്ള ക്രാഫ്റ്റ് എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടാണ്. അപ്പോൾ നമുക്ക് റിസൾട്ട്സ് അനൗൺസ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തേർഡ് പ്രൈസ് വിന്നറിനെ നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇത് കിട്ടാത്തവരാരും വിഷമിക്കല്ല. എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നി. കാരണം 3 പേരെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. സാധാരണ എല്ലാവരും 2 പ്രൈസസ് ആണ് കൊടുക്കാറ്. ഞാനിവിടെ 3 കൊടുക്കാൻ കാരണം തന്നെ ഒരാൾക്ക് കൂടി കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഭയങ്കര സങ്കടമാണ്. നമുക്ക് ഇഷ്ടപ്പെട്ടവർക്കൊക്കെ ഇത് നമുക്ക് ആരും ഫേവർ ചെയ്യാൻ വയ്യല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ 13 ഉണ്ടോയെന്ന് ഞാനിത് നോക്കുകയാണ്. ആകെ 20-25 ആൾക്കാരാണ് റെസ്പോൺസസ് അയച്ചിട്ടുള്ളത്. അതിൽ സിൻസിയറായി തോന്നിയ 13 ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. അവരുടെ ക്രാഫ്റ്റ്സാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ തേർഡ് പ്രൈസ് വിന്നറിനെയാണ് നമ്മളിപ്പോൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. എൻ്റെ സിസ്റ്ററാണ് കേട്ടോ സെലക്ട് ചെയ്യുന്നത്, ഞാനല്ല. അപ്പോൾ അത് ഞാൻ ഫേവർ ചെയ്തിരിക്കണമെന്നുള്ള ഒരു തോന്നൽ ആർക്കും വേണ്ട കേട്ടോ. ഫേവറേഴ്സ് അല്ല, ഇവരാരാന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇതാ തേർഡ് പ്രൈസ് വിന്നർ ഷിഫ ഫാത്തിമ കേട്ടിയാണ്. അപ്പോൾ ഈ ക്യാൻവാസും ഈ ഒരു ബ്രഷും നമ്മുടെ ഷിഫ ഫാത്തിമ കേട്ടിക്കാണ് കിട്ടിയിട്ടുള്ളത്. ഞാൻ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ആളെവിടെയുള്ളതെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ കോൺടാക്ട് ചെയ്യും. അപ്പോൾ ഇനി സെക്കൻഡ് പ്രൈസ് വിന്നർ നമുക്ക് നോക്കാം. ഈ കവായ് സ്റ്റിക്കേഴ്സ് ആർക്കാണ് കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നതെന്ന്. അപ്പോൾ അതൊന്നും 13 ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ ഒരു രീതിക്ക് ഇടുന്നത് കേട്ടോ. നമ്മളെ ഒരു നൊസ്റ്റാൾജി അല്ലേ ഈ ഒരു കള്ളനും പോലീസ് കളിക്കുന്ന പോലെ. അപ്പോൾ സെക്കൻഡ് പ്രൈസാണ് കേട്ടോ നമ്മളിപ്പോൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ സെക്കൻഡ് പ്രൈസ് വിന്നർ ആരാന്ന് നമുക്ക് നോക്കാം. ഈ ഒരു കവായ് സ്റ്റിക്കേഴ്സ് ആർക്കാണ് കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നതെന്ന്. അപ്പോൾ ഇത് കിട്ടിയിട്ടുള്ളത് ഫാത്തിമ നാജിയ പി എന്ന് പറഞ്ഞ കുട്ടിക്കാണ് ഇത് കിട്ടിയിട്ടുള്ളത്. ഞാൻ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ എൻ്റെ സൗണ്ട് ആരും മൈൻഡ് ചെയ്യേണ്ട, കുറച്ച് കോൾഡിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതാ ഫസ്റ്റ് പ്രൈസ് വിന്നർ ആരാന്ന് നോക്കാം നമുക്ക്. എന്തായാലും ഇത് കിട്ടുന്ന ആൾ എന്തായാലും ലക്കി ആയിരിക്കും. അത്യാവശ്യം നല്ല സംഭവങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ഇതാർക്കാണ്. അപ്പോൾ അവിടെ വീണപ്പോൾ ഞാൻ വീണ്ടും ഇങ്ങനെ മറിച്ചിട്ടിട്ടാട്ടോ നോക്കിയിട്ട് നമ്മൾ ഒരു ഫേവറേഴ്സ് ഒന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ ആരാന്ന് നമുക്ക് നോക്കാം. എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം ആരാണ് ആ അതാ നമ്മൾ സെബാന യാസ്മിൻ എന്ന് പറഞ്ഞ കുട്ടിയാണ്. സെബാന യാസ്മിൻക്കാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുള്ളത്. ഞാൻ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് പ്രൈസ് വിന്നർ സെബാന യാസ്മിൻ. എന്തായാലും ആളെല്ലാം ലക്കിയാണ് കേട്ടോ. അപ്പോൾ കിട്ടാത്തവരാരും വിഷമിക്കരുത്. അതാണ് എനിക്ക് ഏറ്റവും ഭയങ്കര ഒരു വിഷമമായിട്ട് തോന്നിയത്. അതാണ് ഞാൻ ഇന്നലെ രാത്രി തന്നെ പോസ്റ്റ് ഇട്ടത്. എനിക്ക് ഭയങ്കര ഉള്ളിലേക്ക് ഇതെല്ലാവർക്കും കൊടുക്കാൻ വയ്യ, നമുക്ക് ആരും ഫേവർ ചെയ്യാൻ വയ്യ. നല്ല സത്യസന്ധമായിട്ടാണ് നമ്മൾ ഈ ഒരു നറുക്കെടുപ്പ് എടുത്തിട്ടുള്ളത്. ആദ്യം സിൻസിയർ അല്ലാന്ന് തോന്നിയതൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ എനിക്കിഷ്ടപ്പെട്ട എൻ്റെ ഒരു സബ്സ്ക്രൈബറാണ് ഫ്ലേവിയോ വിജു ഫെബ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവൾക്ക് പ്രത്യേകം ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഈ ഒരു നെയിം ഹായ് പറയുന്ന ഫ്ലേവിയോ വിജു ഫെബ ഹായ്. എന്തായാലും അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. എനിക്കിഷ്ടപ്പെട്ടൊരു സബ്സ്ക്രൈബറാണ്. കമൻറ്റിലൂടെ വളരെയധികം എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.